എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ മഹേഷ് അന്വേഷിച്ചിറങ്ങുവാണ്. അങ്ങനെ മഹേഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി പറഞ്ഞു, എന്നാലും അവളിത് എങ്ങോട്ട് പോയതായിരിക്കും എന്ന് പറയണം. എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവലി അങ്ങോട്ട് പോയപ്പോഴത്തേനും മഞ്ജിമ അകത്തേക്ക് കയറി പോവാണ്. ആ സമയം ഇങ്ങനെ ആലോചിക്കുകയാണ് കൈലാസ, അവൾ ചിലപ്പോൾ മുറിയും മരിച്ചു കിടക്കുന്ന കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മഹേഷ്. കാരണം കട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് പോയി നോക്കാമെന്ന് കരുതിയിട്ട് പിന്നീട് കൈലാസം മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ഇഷിതയുടെ മുറിയിൽ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ ഇഷിതയെ കണ്ടില്ല. അവളിത് എതിലൂടെ പോയി ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ. ആകെപ്പാടെ ഒരു ടെൻഷൻ ബാധിച്ചു. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവൾ മിക്കവാറും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് കൈലാസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കൈലാസ് നോക്കുമ്പോൾ മയൂരിയെ വിളിക്കുന്നത്. ഇവളെന്തിനാ ഈ സമയത്ത് വിളിക്കണം എന്നോർത്ത് കോൾ എടുക്കുകയാണ്. അങ്ങനെ കോൾ എടുത്തിഞ്ഞപ്പോൾ മയൂരി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം. നീ എന്ത് കാര്യം പറയാനാ വിളിച്ചേ? ഇവിടെ മനുഷ്യൻ ആ പാടെ സമനില പോലെ ഇരിക്കുവാന്ന് പറയാണ്. കൈലാസിന് ഗുണമുള്ളൊരു കാര്യം പറയണ്ട ഞാൻ വിളിച്ചതെന്ന് പറയണം. ഗുണമുള്ള കാര്യമോ? അതെന്ത് കാര്യമാണെന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അതെ ഇല്ലെങ്കിൽ കൈലാസിന് പ്രശ്നമാണെന്ന് പറയണം. ഇത് കേട്ടതും കൈലാസ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ശരി പറയാണ്. അങ്ങനെ കൈലാസിനോട് മയൂരി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കൈലാസ് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. അപ്പം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മയൂരി ശരി എന്നൊക്കെ പറയണം. അങ്ങനെ കോൾ വെച്ചു. കൈലാസിന് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് മഹേഷ് ഇഷിതയെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് SI ജോർജിൻ്റെ കോൾ വരുന്നത്. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ SI ജോർജ് ചോദിച്ചു, അല്ല ഞാനാരെന്ന് മനസ്സിലായോ? SI ജോർജാന്ന് പറയണം. മനസ്സിലായി, കാര്യം പറയാ എന്ന് പറയണം. അതെ നിങ്ങളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയണം. ഭാര്യ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നോ? നിങ്ങൾ എന്താ പറയണമെന്ന് നിൽക്കും. അതെ നിങ്ങളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം മഹേഷ് ഒന്ന് ഞെട്ടി. പിന്നീട് മഹേഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെന്ന് നേരെ SI ജോർജിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, എന്താ സാർ എന്താ പറ്റിയത്? എൻ്റെ ഭാര്യയ്ക്ക് ഇത് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ അവരെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ചോദിക്കണം. അതൊക്കെ പറയാം, താൻ ഇവിടെ ഇരിക്കാൻ പറയണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോടുള്ള വൈരാഗ്യം എൻ്റെ ഭാര്യയോട് തീർത്താണ്ടല്ലോ ഞാൻ വെറുതെ വിടത്തില്ല നിങ്ങളെന്ന് പറയണം. ഓഹോ അത്രയ്ക്കാണോ? നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് SI പറയണം. അതെ ഞാൻ ആരാ സാറിന് അറിയാലോ, ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കും. നീ ഇപ്പം ആരായാലും എനിക്കെന്താ? പിന്നെ ഞാൻ അവളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പിടിച്ചു വെച്ചതല്ലെന്ന് പറയും. കാര്യം എന്താ വെച്ചാൽ പറ. കാര്യം എന്താണെന്നറിയോ? ഡ്രഗ്സിന് വേണ്ടിയേ പിടിച്ചു വെച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പം മഹേഷ് ഒന്ന് ഞെട്ടി. മഹേഷ് പറഞ്ഞു, വെറുതെ പറഞ്ഞാണ്ടല്ലോ എന്നും പറഞ്ഞ് SI ജോർജിൻ്റെ കോളർ അങ്ങോട്ട് കയറി പിടിക്കണം. അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വന്ന് ഇങ്ങനെ പിടിച്ചു മാറ്റുവാണ്. എടോ താൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ടല്ല, തൻ്റെ ഭാര്യയോട് നിന്ന് ചെന്ന് ചോദിക്കാൻ പറയണം. ഡ്രഗ്സ് വണ്ടിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചാനാ ഞാൻ അവളെ പിടിച്ചതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, ദേ വെറുതെ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഭാര്യ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ട് ഡ്രഗ്സ് ഒളിപ്പിച്ച് വെച്ചിട്ട് അവളെ പിടിച്ചല്ലേ നിൽക്കും. പിന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ മഹേഷേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൾ ഇങ്ങോട്ട് വന്ന് കയറിയതാന്ന് പറയണം. ഇങ്ങോട്ട് വന്ന് കയറിയതോ? അതെ ഇങ്ങോട്ട് തന്നെ വന്ന് കയറിയതാ. അവൾ വേറൊരു പെണ്ണും കൂടെ. അവളാണ് പറഞ്ഞ കാറിനകത്ത് മയക്കുമരുന്നുണ്ടെന്ന്. അങ്ങനെ അവളെ പിടിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പം മഹേഷ് ഒന്നും മനസ്സിലായില്ല. മഹേഷ് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഭാര്യയെ കാണണമെന്ന് പറയണം. താനിങ്ങനെ കിടന്ന് പിടയ്ക്കാതോന്ന് പറയണം. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കാണണമെന്ന് പറയണം. പിന്നീട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവേണം. ഇഷിതയെ സെല്ലിലടച്ചേക്കുമായിരുന്നു. ഇഷിത ഭയങ്കരമായിട്ട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് ചെല്ലുന്നത്. മഹേഷ് എന്നിട്ട് ചോദിച്ചു, എന്താ ഇഷിത എന്താ സംഭവിച്ചേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയുന്നു പറയണം. ഇത് കേട്ടതും ഇഷിത ഒന്നും മിണ്ടിയില്ല. ഇഷിത കാര്യം എന്താ വെച്ചാൽ പറ, നിനക്കിത് എന്താ സംഭവിച്ചേ? നീ മനഃപൂർവ്വം ഇങ്ങനെയും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ആരോ നിന്നെ പെടുത്തിയതാ, ചതിയിൽ പെടുത്തിയതാന്ന് പറയാം. ഇഷിത പറഞ്ഞു, SI കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതെ ഇനി മഹേഷ് ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ലെന്ന് പറയണം. കാരണം ഡ്രഗ്സിനാണ് ഇഷിതയെ പിടിച്ചിരിക്കുന്നത്. ഇഷിതയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ചതിക്കാൻ ചെയ്തവരെ ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ദേ നീ എന്തുണ്ടെങ്കിലും എന്നോട് സത്യം തുറന്നു പറ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല മഹേഷ് എന്ന് പറയണം. അല്ലെങ്കിൽ ഇഷിത എന്ത് പറയാനാ? ഇഷിത ആകെ പടം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേഷ് നേരെ SI ജോർജിൻ്റെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. അതങ്ങനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല സാറേ. ഈ രാത്രി സമയത്ത് നിങ്ങൾക്ക് ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഞാനിത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയണം. അത് കേട്ടതും മഹേഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ വിനോദിനെ വിളിക്കുകയാണ്. വിനോദിനെ വിളിച്ചു കഴിഞ്ഞിട്ട് വിനോദ് പറഞ്ഞു, എടാ ഞാൻ ആകെപ്പാടെ പെട്ടുപോയെന്ന് പറയണം. ഏട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഇഷത്തേക്ക് ഒരു അപകടം സംഭവിച്ചെന്ന് പറയണം. അപകടമോ? എന്താ അപകടം? ഏട്ടൻ ഇങ്ങനെ വളച്ചു കിട്ടില്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഇഷിത പോലീസ് സ്റ്റേഷനിലാന്ന് പറയണം.
പോലീസ് സ്റ്റേഷനിൽ എന്തിനാ ഏട്ടത്തിയമ്മ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിക്കണം. ഡ്രഗ്സ് കേസിലാണ്. അവളുടെ കാറിനകത്തുനിന്ന് ഡ്രഗ്സ് പിടിച്ചു, അതിൻ്റെ പേരിലാന്ന് പറയാം. ഇത് കേട്ടത് ഒരു നിമിഷം വിനോദ് ഞെട്ടി. ഏട്ടാ എന്താ പറയണേ? ഏട്ടത്തിയമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ലെന്ന് പറയാം. അതേടാ അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ ഇതെന്തോ ഒരു ചതിയാ, ആരുടെയോ ചതിയാന്ന് പറയണം. എടാ നീ ഒരു കാര്യം ചെയ്യാം, നീ ഇങ്ങോട്ടേക്ക് ഇത് വാ, അല്ലെങ്കിൽ എങ്ങനെയല്ല അവളെ പുറത്തിറക്കാനുള്ളൊരു വഴി പറഞ്ഞു തരാൻ പറയണം. അതെ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാം. അതിലൂടെ വീട്ടിലെല്ലാവരും ടെൻഷനിൽ അവളെ കാണാതെ എന്ത് പറ്റിയെന്ന് അറിയില്ലോ. ഏട്ടൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ വിനോദ് പറഞ്ഞപ്പോൾ മഹേഷിനൊരു സമാധാനമായി. മഹേഷ് പിന്നീട് വീട്ടിലേക്ക് പോകണം. ആ സമയത്ത് മഞ്ജിമയെ സ്വപ്നവലിയും കൈലാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈലാസ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, മിക്കവാറും അവള് നല്ല പണി തന്നെയാണ് മഹേഷിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മഹേഷ് വരുമെന്ന് അവൾക്ക് അറിയില്ലാന്ന് തോന്നേ, അവളെ മിക്കവാറും എയിലൂടെയും ചുറ്റാൻ പോയി കാണുമെന്ന് പറയാം. സ്വപ്നവലി പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിന്നല്ലാതെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ വെച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാ. അവളിതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കേ, അളിയൻ ഇന്ന് വരുമെന്ന് അറിയായിരുന്നെങ്കിൽ അവൾ നേരത്തെ കാലത്ത് വരില്ലായിരുന്നോ? അത് അറിയത്തില്ലാത്തതുകൊണ്ട് അവൾ ഇത്ര താമസിക്കണമെന്ന് വയ്ക്കുക. മഞ്ജു പറഞ്ഞു, അത് ശരി തന്നെയാ. കണ്ടില്ലേ, അവളുടെ കൈ സ്പെയർ കീ ഉണ്ടായിരുന്നു, അവൾക്ക് വേണേ വന്ന് കഥ തുറന്ന് പെരക്കകത്ത് കയറി ഇരിക്കാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ എന്താ വരാത്തെ? അതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് തോന്നേ. മഹേഷ് ഒരു പൊട്ടനായതുകൊണ്ട് എല്ലാം വിശ്വസിച്ച് അവളെ കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങോട്ട് പോണെന്ന് പറയണം. സ്വപ്നവലി എന്നാലും അവൾ ഇത്തരക്കാരി പെണ്ണായി പോലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു. മഹേഷ് വന്ന ഉടനെ സ്വപ്നവലി എന്നിട്ട് ചോദിച്ചു, അല്ലടാ അവളെ കണ്ടോ, ഇഷിതയെ കണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും മഹേഷ് ഒന്നും മിണ്ടിയില്ല. കൈലാസ് പറഞ്ഞു, അല്ല എന്താ അളിയെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് പറയണം. അപ്പോഴേക്കാണ് മഹേഷ് ആ കാര്യം പറയണേ. അവള് പോലീസ് സ്റ്റേഷനിലാണ്, ലോക്കപ്പിലാണെന്ന് പറയണം. ലോക്കപ്പിലോ? എന്ത് പറ്റിയടാന്ന് സ്വപ്നവലി ചോദിക്കാം. അത് പിന്നെ അവളെ ഡ്രഗ്സ് കേസിന് പിടിച്ചെന്ന് പറയണം. ഡ്രഗ്സോ? മഞ്ജു പറഞ്ഞു, ഓഹോ അപ്പം ഇതും അവൾക്ക് ഉണ്ടായിരുന്നില്ലേ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയണം. കൈലാസ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ശരിയായ രീതിയിലൊരു പെണ്ണല്ലെന്ന്, അവൾക്ക് എല്ലാ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നതെന്നൊക്കെ പറയാം. മഹേഷിനെ എന്തെങ്കിലും എതിർത്ത് പറയാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് മഹേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് സ്വപ്നവലി പറഞ്ഞു, എന്നാലും അവളിൽ നിന്ന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, ഡോക്ടറാണ് പോലും, ഇവിടുത്തെ ഡോക്ടർ. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, ഇതേ അമ്മേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അവൾ നല്ലൊരു ഡോക്ടറാണ്, അതിപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്. അവൾക്ക് ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവളെ ഒരിക്കലും ഞാൻ അവിശ്വസിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച ഇനി വെക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം വിനോദ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. വിനോദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ജോർജ് പറഞ്ഞു, ആഹാ രക്ഷകൻ നേരിട്ട് ഇങ്ങോട്ട് എത്തിയോ? ഞാൻ കരുതി ആരെങ്കിലും പറഞ്ഞു വിടുവോളെന്ന്. ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, അല്ല സത്യം പറഞ്ഞ ജോർജ് സാറേ, എന്താ കാര്യം എന്താ? എൻ്റെ ഏട്ടത്തിയമ്മ ഇഷിത എന്തിനാ ഇവിടെ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നു ചോദിക്കുക. അത് ഡ്രഗ്സ് കേസിനാണെന്ന് അറിയാലോ, അത് നിങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് എനിക്കറിയാം ജോർജ് സാറേ. അതുകൊണ്ട് ഇത് എൻ്റെ ഏട്ടത്തിയമ്മേനെ വെറുതെ വിടണമെന്ന് പറയണം. പിന്നെ വെറുതെ വിട്ടുപോലും, ഇതിപ്പം ഞങ്ങൾ ആരും മനഃപൂർവ്വം കെട്ടിച്ചമച്ചല്ല, അവരിങ്ങോട്ട് വന്ന് കയറിയതാന്ന് പറയണം. ഇങ്ങോട്ട് വന്ന് കയറിയെന്നോ? ദേ വെറുതെ അനാവശ്യം പറയരുത് കിട്ടോ എന്ന് പറയണം. അനാവശ്യമല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയണം. ഇത് കേട്ടതും വിനോദം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താ, എന്നെ അല്ലെങ്കിൽ എൻ്റെ ഏട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്തിനും നിന്റെ ഏട്ടനെ കൊടുക്കണേ? ഞാനുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണേ. ദേ അവളുടെ കൂടെ വന്ന പെണ്ണാ പറഞ്ഞേ അവളുടെ കാറിനകത്ത് മയക്കപ്പെടുന്നുണ്ടെന്ന്. അവളുടെ കൂടെ ഒരു പെണ്ണോ? അതെ, ഏട്ടത്തിയമ്മയോട് അങ്ങനെ ഒരു പെണ്ണ് വരാൻ വഴിയില്ലോ. അപ്പോഴാണ് എസ് ഐ ജോർജ് ആ കാര്യങ്ങളൊക്കെ പറയണേ. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയും മയൂരിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വനിതാ പോലീസിന് അവിടെ നിന്ന് ചോദിച്ചു, എസ് ഐ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ മയൂരിയും കൂട്ടി ഇഷിത എസ് ഐയുടെ മുന്നിൽ ജോർജിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. പിന്നീട് എസ് ഐ എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു, അതെ ഒരു പരാതി തരാനുണ്ടെന്ന് പറയണം. പരാതിയോ? അതെ ഒരു പരാതി തരാനുണ്ട്, ആദ്യം നീ നിന്റെ പരാതി പറ, അതിനുശേഷം ഞാൻ കൊടുത്തോളാന്ന് ഇഷിത പറയണം. ഇത് കേട്ടപ്പം മയൂരി ഒന്ന് ഇഷിതയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇവരുടെ കാറിനകത്ത് ഡ്രഗ്സ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത ഞെട്ടി, നീ എന്താ പറയണേ? നിന്നോട് പരാതി പറയാൻ പറഞ്ഞിട്ട്. ഇത് കേട്ട എസ് ഐ ജോർജ് ചാടി എഴുന്നിട്ടു, ഡ്രഗ്സ് ഉണ്ടെന്നോ? അതെ ഡ്രഗ്സ് ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം ഇഷിതയ്ക്ക് കാര്യം മനസ്സിലായി, ഇവള് ചതിക്കുമായിരുന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ ഇഷിത പറഞ്ഞു, ഇതേ ഇവള് കള്ളത്തരം പറയാം, എൻ്റെ വണ്ടിക്കകത്ത് ഡ്രഗ്സ് ഒന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും മയൂരി പറഞ്ഞു, ഇതേ സാറേ ഞാനെന്തിനാ കള്ളത്തരം പറയുന്നേ? എസ് ഐ ജോർജ് പറഞ്ഞേ അനാവശ്യമായിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് വന്നാണ്ടല്ലോ, നീ നല്ല രീതി എൻ്റെ നിന്ന് ചതം മേടിക്കുമെന്ന് പറയാം. അല്ല സാറേ, വരുന്ന വഴിക്ക് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരെന്തോ ഒരു പാക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഇവര് വണ്ടിയുടെ ഡാഷ്ബോർഡിനകത്തത് കൊണ്ടു വെക്കുന്നത് ഞാൻ കണ്ടാന്ന് പറയണം. സത്യമാണോ പറയണമെന്ന് വയ്ക്കും. അതേന്ന് പറയണം. ഇത് കേട്ടതും എസ് ഐ ജോർജ് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതെ സാറേ വെറുതെ പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയണം. പക്ഷേ എസ് ഐ ജോർജ് അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.